ആകാശവാണി കവരത്തി. അഭിമുഖം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഭിമുഖത്തിൽ നമ്മളോടൊപ്പമുള്ള അതിഥിയെ പരിചയപ്പെടാം. ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന പദവിയിലെത്തുന്ന ആദ്യത്തെ ലക്ഷദ്വീപുകാരനും സാമൂഹിക പ്രവർത്തകനുമായ അഗത്തി ദ്വീപ് സ്വദേശി ശ്രീ റിയാസ്. നമസ്കാരം സർ, അഭിമുഖം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ആകാശവാണിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് റിയാസ്. ഞാൻ അഗത്തി ദ്വീപ് സ്വദേശിയാണ്. ഇപ്പോൾ ലക്ഷദ്വീപിലെ പോസ്റ്റൽ ഇൻസ്പെക്ടറായി കവരത്തിയിൽ ജോലി ചെയ്തു വരുന്നു. ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന പദവിയിലെത്തിയ ആദ്യത്തെ ലക്ഷദ്വീപുകാരനാണല്ലോ സാറ്. ആ നിലയ്ക്ക് സാറിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളൊന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ? തീർച്ചയായും. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത തീരുമാനങ്ങളെയാണ് ശരിക്കും ഈ പദവിയിലേക്ക് എന്നെ എത്തിച്ചത്. +2 കഴിഞ്ഞ് ഗ്രാജുവേഷന് പോയ ഞാൻ ഓൾ ഇന്ത്യ പോസ്റ്റൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയും നല്ല മാർക്കോടുകൂടി ക്വാളിഫൈ ആവുകയും ചെയ്തപ്പോൾ ഗ്രാജുവേഷൻ വേണോ ജോലി വേണോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയുണ്ടായി. BSc ഫിസിക്സ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പൊതുവായ ഒരു നിലവാരം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, പിന്നെ ആ പടിപടിയായി അതിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പോവും, ആ യാത്ര തുടരും. പക്ഷേ ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് BSc ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വേറെ എന്തെങ്കിലും സബ്ജക്റ്റിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഉപദേശങ്ങളെ നമ്മൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കുക എന്നത് തന്നെയാണ് മുഖ്യമായിട്ടുള്ള കാര്യം. സോ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എടുത്ത ഒരു തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു നില വരെ എത്താനുള്ള സാഹചര്യം. ആദ്യം പോസ്റ്റൽ അസിസ്റ്റൻ്റായി വൻകരയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുകയും ഏകദേശം 7 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിലേക്ക് ട്രാൻസ്ഫറായി വരികയും ഉണ്ടായി. പോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് സബ് പോസ്റ്റ് മാസ്റ്റർ ലെവലിലാണ്. സോ ആ രീതിയിലും ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പോസ്റ്റൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ശരിക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് സൈഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡുണ്ട്. 2 സൈഡുകളുണ്ട്. ഓപ്പറേറ്റീവ് സൈഡാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്ന പോസ്റ്റ് മാസ്റ്റർ, പോസ്റ്റ്മാൻ, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാണ് നമ്മുടെ പോസ്റ്റൽ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റ് ഓഫ് പോസ്റ്റ് ഓഫീസ്, ആ നിലക്ക് പോകുന്നത്. സോ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് മാസ്റ്റർ കാഡറിൽ നിന്ന് ഏകദേശം 5 വർഷത്തോളം അല്ലെങ്കിൽ 8 വർഷത്തോളം കഴിയുമ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് റിട്ടൺ എക്സാമോടുകൂടി നമുക്ക് പ്രൊമോഷൻ ആവാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആദ്യം അറ്റൻഡ് ചെയ്തു, ക്വാളിഫൈ ആയെങ്കിലും പക്ഷേ നമുക്ക് അതിൽ കയറി പറ്റാൻ സാധിച്ചിട്ടില്ല. മടി കൂടാതെ വീണ്ടും ചെയ്തു. രണ്ടാമതും ക്വാളിഫൈ ആയി. റിസർവേഷൻ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. 3-ാം തവണയാണ് ശരിക്കും പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് ക്വാളിഫൈ ആവുകയും അതിൻ്റെ റിസർവേഷൻ സീറ്റിൽ നമുക്കിടം പിടിക്കുവാൻ സാധിക്കുകയും ചെയ്തത്. ആ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ലക്ഷദ്വീപിലെ തന്നെ പുതിയ ഒരു ചരിത്രത്തിലേക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പാസ്സായതിനു ശേഷമാണ് ആലോചിക്കുന്നതും മറ്റുള്ളവർ നമ്മളുടെ പൊസിഷനെ കമ്പയർ ചെയ്തപ്പോഴും ആണ് മനസ്സിലാക്കാൻ പറ്റിയത് ലക്ഷദ്വീപിൽ നിന്ന് പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് ഞാനാണ് ആദ്യമായി ക്വാളിഫൈ ആയി എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഇൻസ്പെക്ടർ പോസ്റ്റായിട്ട് ആദ്യം പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ആദ്യമായിട്ട് ഇൻസ്പെക്ടർ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തത് എറണാകുളത്തായിരുന്നു. എറണാകുളം അത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ ഡിവിഷൻസ് തലങ്ങളുണ്ട്. ലക്ഷദ്വീപ് ഒരു ഡിവിഷനാണ്, എറണാകുളം അതേപോലെ ഒരു ഡിവിഷനാണ്. എറണാകുളം ഡിവിഷനിൽ ഇൻസ്പെക്ടർ ഓഫ് പബ്ലിക് ഗ്രീവൻസസ് എന്ന പോസ്റ്റിലേക്കാണ് ആദ്യമായി പോസ്റ്റിംഗ് ആയത്. അതിനുശേഷം 2-2.5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ലക്ഷദ്വീപിൽ ഒരു വാക്കൻസി വരികയും അതിന് ട്രാൻസ്ഫറായി അപ്ലൈ ചെയ്തപ്പോഴാണ് ലക്ഷദ്വീപിൽ പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഇപ്പോൾ സാറ് വൻകരയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? വിവിധ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വൻകരയിൽ ആളുകൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ലക്ഷദ്വീപിലെ ആളുകൾക്കും ലഭിക്കാറുണ്ടോ? തീർച്ചയായും. നമ്മളിപ്പോൾ ഈ ശ്രോതാക്കളിൽ ഒരുപാട് പേർക്ക് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ലെറ്റർ എന്ന് മാത്രമാണ് കൂടുതൽ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ് അധികം ശ്രോതാക്കളിലുള്ളത്. ശരിക്കും പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ കത്തിടപാടുകളും ഉണ്ട്. അതിൽ കൂടാതെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും കൂടിയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ബാങ്ക് സർവീസോടുകൂടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്,
അതായത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ATM കാർഡ് ലഭിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നു. അതേപോലെ ഇൻഷുറൻസ് മേഖലയിലായാലും അവരുടെ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ന് പോസ്റ്റ് ഓഫീസുകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വൻകരയിൽ ഉള്ളതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കേരള സർക്കിളിൽ പെടുന്ന ലക്ഷദ്വീപിൻ്റെ ഒരു പോസ്റ്റൽ ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് പോസ്റ്റ് ഓഫീസുകളിൽ എന്തൊക്കെ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ടോ എല്ലാ സർവീസും ലക്ഷദ്വീപിലും അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിൽ വരുമ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മാറ്റം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനം കൂടിയാണ്. കാരണം മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറമെ പോസ്റ്റ് ഓഫീസിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഏകദേശം 1,65,000 ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഏരിയയിലും കവർ ചെയ്തു പോകുന്ന സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ വന്ന മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ വില്ലേജ് ലെവലിലുള്ള റൂറൽ ഏരിയകളിൽ ATM സർവീസസ് പോലും ഇല്ലാത്ത മേഖലകളിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് നമുക്ക് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സർവീസ് എന്നൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ വഴി നിങ്ങൾക്ക് ക്യാഷുകൾ പിൻവലിക്കാനുള്ള സൗകര്യം എല്ലാ ഐലൻഡുകളിലും നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഇന്ത്യയിലുള്ള എല്ലാ സർവീസസും അവൈലബിൾ ആണ്. ഇനി പോസ്റ്റ് ഓഫീസിലെ സ്കീമുകളെ കുറിച്ച് വിശദീകരിക്കാമോ? പോസ്റ്റ് ഓഫീസിൽ നമുക്ക് പലതരം സ്കീമുകളുണ്ട്. ഇപ്പം നേരത്തെ ലെറ്ററുകൾ അല്ലാണ്ട് തന്നെ നമുക്ക് സൂചിപ്പിച്ച ഫിനാൻഷ്യൽ സർവീസസ് ഇന്ന് നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സാമ്പത്തികമാണ് ജീവിതത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നത്. സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ രീതിയിലുള്ള സേവിങ്സ് മുതൽ വലിയ രീതിയിലുള്ള സേവിങ്സ് വരെ പോസ്റ്റ് ഓഫീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് എനിക്കൊരു ജോലിയായി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ഇനി നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള സേവിങ്സുകളാണ് പോസ്റ്റ് ഓഫീസിലുള്ളതെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീമിൽ വരുന്ന സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ അക്കൗണ്ട്, അത് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. 21 വർഷമാണ് അതിൻ്റെ കാലാവധി. ആ കുട്ടി വളർന്ന് അവരുടെ കല്യാണ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കോ സാമ്പത്തികമായി നമുക്ക് ആവശ്യം വരുന്ന സമയത്താണ് അതിൻ്റെ മെച്യൂരിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സേവിങ്സ് 500 രൂപയോ 1000 രൂപയോ നിങ്ങൾ മാസം അതിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള എമൗണ്ട് സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ. ഇപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ചോദിക്കും, എന്നാൽ പിന്നെ ആൺകുട്ടികൾക്ക് എന്താ ഉള്ളത്? തീർച്ചയായിട്ടും ലോങ് ടൈം സേവിങ്സും ഉണ്ട്, നമുക്ക് ഷോർട്ട് ടൈം സേവിങ്സും ഉണ്ട്. ലോങ് ടൈം സേവിങ്സ് കൊണ്ട് നമ്മളിപ്പോൾ കോമൺലി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. ഇതിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരായാലും അവർക്കൊക്കെ ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധിത കാര്യമാണ്. സോ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് PPF-ലൂടെ നമുക്ക് ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സുകന്യ സമൃദ്ധി യോജനയും ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് നമുക്ക് സേവിങ്സിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സുകന്യ സമൃദ്ധിയും PPF അക്കൗണ്ടും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാക്സിമം നമുക്ക് 1.5 ലക്ഷം വരെ അതിൽ സേവ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്കതിൽ പറ്റില്ല. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1.5 ലക്ഷം രൂപ വരെ സേവ് ചെയ്യാൻ പറ്റും. അതിൽ പുറമേ നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ ഏറ്റവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 2 സ്കീമുകളാണ്. ഒന്ന് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, പിന്നൊന്ന് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ഇൻഷുറൻസ് പോളിസി നമ്മുടെ ഒരു ഏജ് കൊണ്ട് തുടങ്ങി ഒരു ഏജ് കൊണ്ട് അവസാനിക്കും. ഒരു 60 വയസ്സ് വരെയുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഒരാൾ തിരഞ്ഞെടുത്തതെങ്കിൽ അയാൾക്ക് 60 വയസ്സ് തികയുമ്പോൾ ഇൻഷുറൻസ് എമൗണ്ട് പ്ലസ് ബോണസോട് കൂടി നമുക്ക് റിട്ടേൺ കിട്ടും. ഇൻ കേസ് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ലൈഫിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര രൂപയാണോ നമുക്ക് വേണ്ടി ഇൻഷുർ ചെയ്തിട്ടുള്ളത് ആ മൊത്തം എമൗണ്ടും നമ്മുടെ ഫാമിലിക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഒരു സേവിങ്സ് കൂടിയാണ്, ഇൻഷുറൻസ് കം സേവിങ്സ് ആണ്. ഇതിൽ 2 കാറ്റഗറി പറയാൻ കാരണം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എലിജിബിളാണ്, തുടങ്ങാനായിട്ട് എലിജിബിളാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഗവൺമെൻറ് എംപ്ലോയീസ്, ഡിഫൻസ് ആ രീതിയിലുള്ള എംപ്ലോയീസുകൾക്ക് അതേപോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്നത്, പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക്
റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും ചെയ്യാൻ പറ്റും. സാർ ഇപ്പോൾ പറഞ്ഞ സ്കീമുകളിൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ജോലി ആവശ്യമില്ല, ജോലിയും ഗ്രാജുവേഷനും ആവശ്യമില്ല. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്രാജുവേറ്റഡ് ആവണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പിരിച്ചുവിടാത്ത കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാവുകയാണെങ്കിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഏത് സ്കീം, ഇപ്പോൾ ഇൻഷുറൻസ് പോളിസി ആയാലും മറ്റുള്ള അക്കൗണ്ടുകളായാലും നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് ഓഫീസുകളിൽ കൊണ്ടുവന്ന് അടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ പറയാനുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സുകന്യ സമൃദ്ധി അക്കൗണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള സ്കീമുകളുടെ നിങ്ങളുടെ മന്ത്ലി ഡെപ്പോസിറ്റ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ലക്ഷദ്വീപുകളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നേരത്തെ അക്കൗണ്ടുകളുള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലൂടെ നമുക്കത് ഓൺലൈൻ സർവീസായിട്ട് ചെയ്യാനും പറ്റും. RPLA PLA മന്ത്ലി തന്നെ നിർബന്ധമായിട്ട് പൈസ അടക്കണോ? ശരിക്കും ഇൻഷുറൻസ് പോളിസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലൈഫിനെയാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളത്. പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. അക്കൗണ്ട് തുടങ്ങും, ഒരു 6 മാസം അടക്കും അല്ലെങ്കിൽ ഒരു വർഷം അടക്കും, അവരത് സ്റ്റോപ്പ് ചെയ്യും. ശരിക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നല്ല, ഏത് തരം ഇൻഷുറൻസ് പോളിസി, ഈവൻ വണ്ടി, നമ്മുടെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ആയാലും നമ്മൾ അടവ് തെറ്റി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവാലിഡ് ആവും. ഇൻഷുറൻസ് പോളിസികളിൽ 36 മന്ത് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടച്ച പൈസ പോലും കിട്ടില്ല എന്നാണ് അതിനൊരു കാൽക്കുലേഷൻ. അതായത് സറണ്ടർ വാല്യൂ കാൽക്കുലേഷൻ എന്നുള്ളൊരു കാൽക്കുലേഷൻ വരുമ്പോൾ ഇൻഷുറൻസ് പോളിസി ഏത് തരമായാലും, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ബൈക്കിൻ്റെ ഒരു ഇൻഷുറൻസ് അടവ് തെറ്റി കഴിയുമ്പോൾ ആ ഇൻഷുറൻസ് പോയി, ആ ഇൻഷുറൻസിൽ ഉണ്ടാകുന്ന അപകടത്തിനോ നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഏത് തരം ഇൻഷുറൻസും ലൈവാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാലാവധി എത്രയാണോ അതുവരെ നിങ്ങൾ ലൈവാക്കി കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരം ഇൻഷുറൻസ് ആയാലും, പ്രത്യേകിച്ച് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. നമുക്ക് ലൈഫ് ടൈം കവറേജ് വരുന്നുണ്ട്, ഇതിൻ്റെ കൂടെ സേവിങ്സ് വരുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ട് പോയി നമ്മുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടും. നേരെ മറിച്ച് നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഫാമിലിക്കുള്ള എമൗണ്ട് പോലും കിട്ടാണ്ടാവും. അപ്പോൾ ഒരു അഡ്വൈസാണ് എല്ലാവർക്കും, ഇൻഷുറൻസ് പോളിസി ഏത് തരമായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ട് പോവുക. സാർ ഇപ്പോൾ ലോങ് ടേം സേവിങ്സിനെ കുറിച്ചും ഷോർട്ട് ടേം സേവിങ്സിനെ കുറിച്ചും പറഞ്ഞല്ലേ, അതെന്താണെന്ന് വിശദീകരിക്കാമോ? അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോങ് ടൈം സേവിങ്സ്, അതേപോലെ ഷോർട്ട് ടൈം സേവിങ്സ്. ലോങ് ടൈം സേവിങ്സ് ആണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 21 വർഷത്തിൻ്റെ സുകന്യ സമൃദ്ധി, അതേപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 15 വർഷത്തിൻ്റെ അക്കൗണ്ടാണത്. അതൊക്കെ ലോങ് ടൈം സേവിങ്സ് എന്ന് പറയും. ഇതിൽ ഷോർട്ട് ടൈം സേവിങ്സ് എന്ന് പറഞ്ഞത് മിനിമം നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് RD അക്കൗണ്ട്, ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞത് 5 വർഷം. സോ 5 വർഷത്തേക്ക് നമ്മൾ എത്രയാണോ അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കണം. ഉദാഹരണം ഒരു 1000 രൂപയാണ് നിങ്ങൾ എല്ലാ മാസവും അടക്കുന്നതെങ്കിൽ മുടങ്ങാതെ എല്ലാ മാസവും 5 വർഷത്തേക്ക് ഏകദേശം 30 മാസത്തോളം 60 ഡെപ്പോസിറ്റ് വരുമെന്ന് തോന്നുന്നു. 60 ഡെപ്പോസിറ്റോളം നിങ്ങൾ മുടങ്ങാതെ അടക്കണം. അത് RD ഡെപ്പോസിറ്റ്. ഇത് 5 വർഷം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആവും. വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 5 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. മാക്സിമം നമുക്ക് 10 വർഷം അതിലേക്ക് അടച്ചുകൊണ്ട് പോകാം. ഇതിൽ പുറമെ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ SB അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇടുകയും എടുക്കുകയും ചെയ്യുന്ന അക്കൗണ്ടിനെ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയും. റെക്കറിങ് ഡെപ്പോസിറ്റ് മന്ത്ലി നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്തുകൊണ്ട് 5 വർഷത്തേക്ക് ഇടുന്നതിന് റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് RD അക്കൗണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച സുകന്യ സമൃദ്ധി യോജന, അതും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് അല്ലാതെ തന്നെ അടച്ചുകൊണ്ട് പോകുന്നതാണ്. ഫിക്സഡ് അല്ല, മീൻസ് നമ്മൾ മന്ത്ലി ഒരു 500 1000 വെച്ച് അടച്ചു പോകുന്നുണ്ടാണ്. PPF അതേപോലെ. ഇതിൽ പുറമേ വരുന്നത് ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ടൊരു എമൗണ്ടിനെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കീമുകളാണ്. ഒന്ന് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 4 കാറ്റഗറി വരും. സോ ഈ കാറ്റഗറിയിൽ വരുന്നത് 1 വർഷം കഴിയുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി ആവും. ഇപ്പോൾ 1 ലക്ഷമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ആവും. അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലെവലിൽ വരുന്നുണ്ട്. പിന്നെ മന്ത്ലി ഇൻകം സ്കീം, ഓരോ മാസവും ഗവൺമെൻറ് നമുക്ക് പൈസ തരുന്ന രീതിയിലുള്ളൊരു സ്കീം കൂടിയുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അപ്പോൾ അത് മന്ത്ലി അതായത് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു ഉദാഹരണം ഒരു 4 ലക്ഷം രൂപ നമ്മൾ ഫിക്സഡ് ആക്കി ഇടുകയാണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് 2000 സംതിങ് എമൗണ്ട് നമുക്ക് മന്ത്ലി
അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും നമ്മൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് സീനിയർ സിറ്റിസൺ അക്കൗണ്ട് ഉണ്ട്. കുട്ടികളുടെ പേരിൽ ചെയ്യുന്ന പോലെ തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ്, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നേരിടുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് നിർബന്ധമായിട്ട് നമുക്ക് കൊടുക്കണം. പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്ക് സേവിങ്സിലൂടെ എക്സംഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിന് പറ്റിയ സ്കീമുകളാണ് നേരത്തെ സൂചിപ്പിച്ച കുട്ടികളുടെ പേരിലുള്ള സുകന്യ സമൃദ്ധി യോജന, അതേപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പിന്നെ അതിൽ പെടാത്തൊരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇൻഷുറൻസ് പോളിസി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. സോ ഇതൊക്കെ നമ്മൾ എന്തായാലും ഇൻകം ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിന് അടക്കണം. അതിന് പകരം അതിനെ ഒരു സേവിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസിൻ്റെ ഈ സ്കീമുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അവസാനമായി ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ച് നടക്കുന്ന പുതുതലമുറയോട്? ഇന്ന് ലക്ഷദ്വീപിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഇന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ജോലി കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് യുവാക്കൾ കൂടുതലും. അവരോട് എനിക്ക് പറയാനുള്ളത്, ലക്ഷദ്വീപ് അല്ല ശരിക്കും ലോകം, അതിന് പുറത്ത് ലോകങ്ങളുണ്ട്. അതായത് നമുക്ക് അവസരങ്ങളുണ്ട്. ഒരിക്കലും അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് ഏജ് ബാർ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള അവകാശമില്ല എന്നാണ്. സോ ആ അവസരങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അവസരങ്ങളെ തേടി പോകുന്ന രീതിയിലേക്കായിരിക്കണം ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയത് ഒരിക്കലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ എക്സാം ആയിരുന്നില്ല, അത് ഓൾ ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ആയിരുന്നു. സോ അന്ന് ആ ഒരു എക്സാം എഴുതാൻ പറ്റിയത് കൊണ്ടാണ് ഇന്ന് ഈ നിലക്ക് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുടെ മുമ്പിൽ ലക്ഷദ്വീപ് എന്നുള്ള ആദ്യത്തെ പോസ്റ്റൽ ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പദവിയിലും ഇരിക്കാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമോ അറിയില്ല, നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരാരും ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൽ ജോലി ലഭിക്കാൻ എന്ത് ചെയ്യണം. ഏകദേശം കുട്ടികൾ ഒരു 10-15ഓളം കുട്ടികൾ ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്കൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്, പ്രൊമോഷൻ ചാൻസസ് ഉണ്ട്. സോ അതിനേക്കാളും നമ്മൾ പേഴ്സണലി ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവർക്ക് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കോ ഡയറക്റ്റായിട്ട് വരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഡയറക്റ്റായിട്ട് പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് വരാൻ പറ്റും, പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ പറ്റും. സോ സ്റ്റാഫ് സെലക്ഷൻ്റെ ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ശ്രോതാക്കൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ, പാരൻസിനോടുമാണ് കൂടുതലും പറയാനുള്ളത്. +2 കഴിഞ്ഞാൽ എൻ്റെ മകനെ എന്ത് ചെയ്യണമെന്ന് അവരും ഒരു തീരുമാനമെടുക്കാറുണ്ടല്ലോ. സോ നിങ്ങൾ ഗ്രാജുവേഷന് വിട്ടോളൂ, വിടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ്റെ എക്സാം അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാം, ബാങ്കിൻ്റെ എക്സാം, കോമ്പറ്റീഷനായിട്ട് മക്കളെ ഒന്ന് പരിമിതപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് ഏകദേശം 20-22 വയസ്സിനുള്ളിൽ സിവിൽ സർവീസ് ആവാൻ പറ്റും. സ്റ്റാഫ് സെലക്ഷനിൽ തന്നെ നല്ല ഗ്രൂപ്പ് ബി പോസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് എ പോസ്റ്റ് ഉണ്ട്. സോ ആ രീതിയിലുള്ള പോസ്റ്റിലേക്ക് അവർക്ക് കയറിപ്പറ്റാൻ പറ്റും. അപ്പോൾ ശ്രോതാക്കളോടായിട്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ജോലികൾ നേടുകയും അതിൽ പുറമെ കൂടുതൽ അവസരങ്ങളിലേക്ക് ശ്രമിക്കണം. അതായത് സ്റ്റാഫ് സെലക്ഷൻ, മറ്റുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ ലക്ഷദ്വീപുകളിൽ ഇതേപോലുള്ള കോച്ചിങ് സെൻറ്ററുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യം. ആളുകൾ അതാണ് ആവശ്യപ്പെടുന്നത് കൂടുതലും. അപ്പോൾ ഇതേപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സെൻറ്ററുകൾ എഡ്യൂക്കേഷൻ പരമായിട്ട് ലക്ഷദ്വീപുകളിൽ ഉയർന്നു വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ പറയപ്പെട്ട പോസ്റ്റുകളിലെല്ലാം നല്ല രീതിയിലുള്ള നല്ല പോസ്റ്റിലുള്ള ജോലി ലഭിക്കുവാനായിട്ട് സാധിക്കും. സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ഒരുപാട് അറിവുകൾ പങ്കിട്ടതിനും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇങ്ങനൊരു അവസരം നൽകിയതിന് ആകാശവാണിയോട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേപോലെ തന്നെ ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നും ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഒരു ശ്രോതാവ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു. ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റായി ജോലി ചെയ്യുന്ന ശ്രീ റിയാസുമായി BBC സമയ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നന്ദി, നമസ്കാരം.